ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. പടക്കം പൊട്ടിക്കാൻ തന്നെയാ. നിയമലംഘനമല്ല. അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് നട റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത എന്താ? ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കങ്ങളെ ഈ പടക്കം കൊണ്ടുവന്നതിനെ പടക്കങ്ങളെ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, ഒരല്പം ബ്ലോക്കായി പോയി. ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധമാണിത്. കള്ളക്കേസിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒരുപാട് പേരെ വ്യാജ പോക്സോ കേസിൽപ്പെടുത്തുന്നു. അതിനെതിരെയുള്ള ഞങ്ങള് ഏറ്റവും വലിയ അതിശക്തമായ ഇല്ല അങ്ങനെ ഒരു അനുവാദമൊന്നുമില്ല. പൊതുസ്ഥലത്ത് പടക്കം പൊട്ടിക്കാനും എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല. ഓരോ പ്രത്യേക അവസരങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാം. അതല്ലാതെ ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും? അത് തന്നെയല്ല, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാവും. ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കണ്ടേ? അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം, ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാക്കനാട് ജയിലിന് അകത്തും പുറത്തും നാടകീയമായ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ രാത്രിയിലും ഈ പകലും അരങ്ങേറിയത്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതിരുന്നതാണ് ഈ നാടകീയ സംഭവവികാസങ്ങൾ കാരണം. ഒടുവിൽ കോടതി കണ്ണുരുട്ടിയപ്പോൾ നല്ല പുള്ളിയായി ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ നടത്തിയ ചില പരാമർശമുണ്ട്. അതായത് തൻ്റെ സഹതടവുകാർക്ക്, റിമാൻഡിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, സഹതടവുകാർക്ക് വേണ്ടിയാണ് താൻ ജയിലിൽ തന്നെ തുടർന്നതെന്ന്. ഇതോടെ കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. ബോബി ഹൈക്കോടതിയോട് കളിക്കാൻ ശ്രമിക്കുകയാണ്. റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്. കുറെ മാധ്യമ ശ്രദ്ധ കിട്ടാനായി ഇത്തരം പരിപാടികൾ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്ക് നന്നായി അറിയാം. ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ വിചാരണ നടത്തിക്കും. അതിനും കോടതി മടിക്കില്ല എന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. തടവുകാരെ സഹായിക്കാനാണ് ജാമ്യം ലഭിച്ചിട്ടും തലേന്ന് പുറത്തിറങ്ങാതിരുന്നതെന്ന് മാധ്യമങ്ങളോട് ബോബി പറഞ്ഞോ എന്നറിയാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കോടതി നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു. 2 തവണ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ കേസ് പരിഗണിക്കുന്നു. കടുത്ത നിലപാടിലേക്ക് പോകുമോ? എന്തായിരിക്കും കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? നിലവിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനോട് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. എപ്പോഴാണ് കേസ് ഇനി പരിഗണിക്കുക? ടോം, 2 മണിയോടുകൂടി കേസ് പരിഗണനയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും കോടതിക്ക് അറിയേണ്ടത് ഹൈക്കോടതി നേരിട്ട് ജാമ്യം കൊടുത്ത ഒരു കേസിൽ എന്തുകൊണ്ട് പ്രതി ഇന്നലെ പുറത്തിറങ്ങിയില്ല എന്നാണ്. ജാമ്യം ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ലഭ്യമാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതി ഇന്നലെ ജാമ്യ ഉത്തരവ് നേടിയിട്ടും പുറത്തിറങ്ങാതെ വന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ കോടതിക്ക് അറിയേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ വിശദാംശം ലഭ്യമാക്കണം. അത് പ്രതിഭാഗം അഭിഭാഷകരും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും പറയണം. കാരണം എപ്പോഴാണ് ഈ ഉത്തരവിൻ്റെ കാര്യങ്ങളും കോപ്പികളും എല്ലാം കൈവശമാകുന്നത്, ജയിലിലേക്ക് കൈമാറാൻ എപ്പോൾ സജ്ജമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണം.
പ്രോസിക്യൂഷനോട് കൃത്യമായും ഇക്കാര്യങ്ങൾ സർക്കാർ വിഭാഗം അറിയിക്കേണ്ടത്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ജയിൽ അധികൃതർക്ക് മുന്നിലേക്ക് എത്തിയത്? എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടായിരുന്നോ? ഈ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസങ്ങളോ കാര്യങ്ങളോ ഏതെങ്കിലും രീതിയിൽ അവിടെ നേരിട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഭാഗത്തു നിന്ന് വിശദീകരിക്കുകയും വേണം. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലൊരു വ്യക്തതയാണ് കോടതി തേടുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്ന് കോടതി പറയുകയും ചെയ്തു. ഇന്ന് സ്വമേധയാ ഈ കേസ് കോടതി പരിഗണിക്കുകയായിരുന്നു. ഇന്നലെ ജാമ്യം നൽകിയ പ്രതിയുടെ ഒരു കേസാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അതിനിടയാക്കിയ സാഹചര്യമാണ് പരിശോധിക്കേണ്ടത്. കാരണം തികച്ചും നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നത്. അത് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചപ്പോൾ മുതൽ ഇക്കാര്യങ്ങളിൽ വീണ്ടും നാടകീയതയിലേക്ക് പോവുകയും ചെയ്തു. കോടതി ജാമ്യം അനുവദിച്ചിട്ടും പുറത്തേക്ക് താൻ ജയിലിൽ തന്നെ തുടരുകയാണ് എന്നത് വ്യക്തമാക്കുന്നു. അതിന് പറഞ്ഞ കാരണം അവിടെ വിചാരണ കഴിഞ്ഞും അതോടൊപ്പം തന്നെ റിമാൻഡിലുണ്ടായിരുന്ന ആളുകളുണ്ട്, തടവ് പുള്ളികളുണ്ട്, റിമാൻഡിൽ കഴിഞ്ഞിരുന്നവരുണ്ട്. അവർ കാലാവധി കഴിയുന്നു. ചിലർക്ക് അതിൽ കെട്ടിവെക്കാനുള്ള തുക, ജാമ്യ വ്യവസ്ഥകൾ പ്രകാരമുള്ള തുക കെട്ടിവെക്കാനില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ എന്ന രീതിയിൽ, അവരുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന രീതിയിൽ അദ്ദേഹം അവിടെ തുടരാൻ തീരുമാനിക്കുക എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത്. അതായത് ജാമ്യം കിട്ടിയിട്ടും തൽക്കാലം താൻ പുറത്തേക്കില്ല, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം പുറത്തേക്ക് വരാമെന്ന രീതിയിലുള്ളൊരു മറുപടി അദ്ദേഹം നൽകിയെന്നായിരുന്നു പറഞ്ഞത്. അത് കോടതിയിൽ നിന്ന് നേടിയെടുത്ത ജാമ്യത്തെക്കുറിച്ച് അതാണ്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പണത്തിന്റെ ഹുങ്കിൽ ബോബി ചെമ്മണ്ണൂർ നീക്കങ്ങൾ നടത്തുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നലെയും ഇന്നുമൊക്കെ ജയിലിനുള്ളിൽ കണ്ടത്. രാവിലെ ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തിയ കോടതി എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നതെന്ന് നിലപാട് തേടിയിരുന്നു. പിന്നാലെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും കോടതിയെ ധിക്കരിച്ചാൽ ജാമ്യം റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കോടതി നീങ്ങുമോ ഡാനി? ടോം, ഇന്നലെ ഈ കോടതി തന്നെയാണ് ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യുക എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ നീങ്ങിയേക്കില്ല. പക്ഷേ കോടതി ഇന്ന് 2 തവണയും കേസ് പരിഗണിച്ചപ്പോൾ 2 തവണയും ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ജാമ്യം റദ്ദാക്കാൻ മടിക്കില്ല എന്ന വാചകമാണ്. അത് 2 തവണയാണ് കോടതി 2 ഘട്ടങ്ങളിലായിട്ട് പറയുകയും ചെയ്തത്. അതുകൊണ്ട് നിലപാട് അത്രമേൽ കർക്കശമാക്കി കോടതി മുന്നോട്ട് പോവുക തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് കോടതിയുടെ നിലപാട്. കാരണം ഈ ബോബി ചെമ്മണ്ണൂർ കളിച്ചത് ഒരു നാടകം തന്നെയാണ് എന്ന രീതിയിലേക്ക് പറയുകയും അതിനിശ്ചിതമായ ഭാഷയിൽ അതിനെ വിമർശിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നേരത്തെ വെച്ച ഉപാധികൾ, ആ ഉപാധികളിൽ ഒരിടത്ത് പോലും പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇന്ന് കോടതി സ്വമേധയാ ഈ കേസിലേക്ക് കടന്നു പോകുമ്പോൾ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരു കടുത്ത ഉപാധി തന്നെയാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന രീതിയിലേക്ക് കോടതി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അത് കോടതി സ്വമേധയാ എടുത്ത നിലപാട് തന്നെയാണ്. അത് കർക്കശ സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ കാര്യങ്ങളെല്ലാം തന്നെ ഇടപെട്ട് പരിഹരിക്കുകയാണെങ്കിൽ ഇവിടെ ജുഡീഷ്യറിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. തനിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു തോന്നൽ ബോബി ചെമ്മണ്ണൂരിനുണ്ട്. പക്ഷേ അതങ്ങനെയല്ല, ഇത് കോടതിയാണ് എന്ന് പലവട്ടം ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ 2 തവണയും കേസ് പരിഗണിക്കുമ്പോൾ കടന്നുപോയിരുന്നത്. രൂക്ഷമായ ഭാഷയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത് 2 തവണ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ 2 വട്ടവും കോടതിയുടെ അതിനിശിതമായ വിമർശനങ്ങളേറ്റ് അത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഒരു നാടകമാണ്, ഒരു PR വർക്കാണ് എന്ന രീതിയിലേക്ക് കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇത് ബോബി ചെമ്മണ്ണൂർ ക്ഷണിച്ചു വരുത്തിയത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ജയിലിനകത്ത് കഴിയാൻ ഇടയാക്കുന്ന സാഹചര്യം, കാരണം ജയിൽ പോലൊരു സംവിധാനത്തിൽ നമ്മളുടെ ഇഷ്ടപ്രകാരം കഴിഞ്ഞു പോകാൻ പറ്റിയൊരു തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂർ ക്ഷണിച്ചു വരുത്തിയതാണ് കോടതിയുടെ ഈ രൂക്ഷ വിമർശനം അടക്കം. എന്നാൽ ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. എന്നാൽ കോടതി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. അങ്ങേരെ എന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ, തടവുകാർക്ക് എന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അയാൾ ജുഡീഷ്യറിയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട, ബിസിനസ് നോക്കി നടത്തിക്കോട്ടെ തുടങ്ങിയ വിമർശനങ്ങൾ തന്നെയാണ് കോടതി ഉയർത്തുന്നത്. ഡാനി, വിശദാംശങ്ങൾ. ടോം, ഇപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു, കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നു. ഏറ്റവും തുടക്കം ബോബി ചെമ്മണ്ണൂർ കോടതിയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ കോടതി പറഞ്ഞ കാര്യം രസകരമാണ്. കാരണം
കോടതി വാക്കുകളായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങേര് എന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ തടവുകാർക്കെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. വീണ്ടും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി എന്ന് പറയുന്നു. കോടതി പറഞ്ഞിരിക്കുന്നു അയാൾ ജുഡീഷ്യറിയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് നോക്കി നടത്തിക്കൊള്ളട്ടെ എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. സ്ലിപ്പ് ഓഫ് ടങ് ആണെന്ന് പ്രതിഭാഗം, നാവുപിഴയാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ജിയോ പോൾ ബോധിപ്പിച്ചിരിക്കുന്നു. എങ്കിലും കോടതിയുടെ നിരീക്ഷണം കടുത്തതാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങേരെന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇനി ഇത്തരത്തിൽ വാ തുറക്കരുതെന്ന് ബോബിക്ക് മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോൾ കോടതിയെ അറിയിക്കുകയാണ്. കാരണം ഈ രീതിയിലുള്ളൊരു പരാമർശങ്ങൾ ഗുരുതരമായിരിക്കും എന്നത്, അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന് കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ജിയോ പോൾ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത്. കോടതി ഏതായാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ വളരെ നിശിതമായിട്ട് തന്നെയാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഭാഷാ പ്രയോഗത്തിൽ തന്നെ അത് വ്യക്തമാണ്. അങ്ങേരെന്തോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ തടവുകാർക്കെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ജുഡീഷ്യറിയെക്കുറിച്ച് അയാൾ വേവലാതിപ്പെടേണ്ടതില്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. ബിസിനസ് നോക്കി നടത്തിക്കൊള്ളട്ടെ അയാൾ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം വാദങ്ങൾ, കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ തന്നെ കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. അത്രമേൽ രൂക്ഷമായിട്ട് തന്നെയാണ് കോടതി ഈ കേസിനെ കാണുന്നത്. അത്രമേൽ നിശിതമായിട്ട് തന്നെയാണ് കോടതി ഇതിൽ വിമർശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിലിപ്പോൾ വാ തുറക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് ജിയോ പോൾ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. എന്തായാലും അത്തരം ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ നേരിയ രീതിയിലെങ്കിലും ഒരു ചിരി പടർത്തിയിട്ടുണ്ട് എന്നതാണ് അതിൽ പറയുന്നത്. ജഡ്ജിയും മറ്റെല്ലാവരും ഇത് കേട്ട് ചിരിച്ചു എന്ന് പറയുന്നു. എന്തായാലും പിരിമുറുക്കങ്ങൾക്കിടയിൽ പെടുന്ന ചില നിമിഷങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയാണ്. ബോബിക്ക് ഈ കടുത്ത രീതിയിൽ തന്നെ തങ്ങൾ തന്നെ ഇത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളുന്നത്. കേസ് കോടതി പരിഗണിക്കുകയാണ്. ഇതിൽ കൃത്യമായ രീതിയിലുള്ളൊരു ഇടപെടൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നൊരു ഉറപ്പ് തന്നെയാണ് നേരത്തെയും ഉണ്ടായിരുന്നത്. അത് ഒരു തരി പോലും ഇളവില്ലാത്ത രീതിയിൽ തന്നെ കോടതി നിലപാട് കർക്കശമാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാപ്പ് പറയാൻ, ക്ഷമ ചോദിക്കാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. സുവ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. തെറ്റുപറ്റിയെന്ന് ആവർത്തിച്ച ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ് കോടതി. ഇതിൽ ഇക്കാര്യത്തിൽ അതാണ് കാരണം ഒരു നാവുപിഴയായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് അഭിഭാഷകൻ പറയുമ്പോൾ കോടതി അത് അംഗീകരിക്കുമോ എന്നതുകൂടി എന്തായാലും അല്പസമയത്തിനൊക്കെ തന്നെ അറിയാൻ കഴിയും. നേരത്തെ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തൻ്റെ സഹതടവുകാർക്ക്, അവിടെ റിമാൻഡിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ ഇന്നലെ ജയിലിൽ തുടർന്നതെന്നാണ്. അതിനുശേഷം കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ജാമ്യം റദ്ദാക്കുമെന്നൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ബോബി ചെമ്മണ്ണൂർ പിന്നീട് തൻ്റെ നിലപാടിൽ നിന്നും മലക്കം മറിയുന്ന സാഹചര്യമുണ്ടായി. അതായത് ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ചതോടെ കോടതിയെ വെല്ലുവിളിച്ചതല്ല എന്ന വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് മുൻപാകെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ ഇന്നലെയും കുറെ പേര് വന്നു എന്ന് അറിഞ്ഞു. ഞാൻ ബോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്, അവിടെ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല, എല്ലാം ഞാൻ പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്നുള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്ക് അറിയുന്നതല്ല. ഞാൻ രാവിലെ ഇറങ്ങി 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അപ്പൊ തന്നെ വണ്ടി കയറിപ്പോയി. 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ്. ഒന്ന്, ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല? ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. ഇന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? അതിനു വേണ്ടിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് അനുവദിച്ചിട്ടുമുണ്ട്. ലീഗൽ എയ്ഡിന് കുറെ എന്താ പറയാ ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്ക് അത് ചെയ്യണമെന്ന് തോന്നി. ഒരു ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്.
പക്ഷെ അതിനുവേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോട്. എന്റെ ഫ്രം ദ ഹാർട്ട്, എന്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എന്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കും. എന്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ജയിൽ ജീവിതം ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതായത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി, ബോച്ച എന്ന വ്യക്തി, ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് കോടതി സ്വീകരിച്ചിരിക്കുന്നു. ആ കേസ് തീർപ്പാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ നാടകീയമായ സംഭവവികാസങ്ങൾക്കാണ് പരിസമാപ്തിയായിരിക്കുന്നത്. ഡാനി പോളിലേക്ക് ഹൈക്കോടതിയിൽ ഡാനി പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു. നടപടികൾ അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ടോം, നടപടികൾ അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധിക മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ കോടതിയുടേതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് മാധ്യമ പടവൊന്നു ചുറ്റിയപ്പോൾ സംഭവിച്ചു പോയതാണ് അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് എന്നതാണ് ഇദ്ദേഹം കോടതിയോട് ഇതിന്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ റിലീസിംഗ് ഉത്തരവ് അഭിഭാഷകനെ ലഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. മെട്രോയുടെ പണി നടക്കുന്നതിനാൽ ഇന്നലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നതായി ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ എത്താനായിട്ട് വൈകിപ്പോയത്. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിക്കുന്നു. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രസ്താവനകൾക്കിടെ നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനിടയിലുള്ള കോടതിയുടെ ഒരു പരാമർശം ജയിലിന് പുറത്തേക്ക് വന്നത് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ കിട്ടിയതുപോലെയാണ് എന്നതാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധികമായ മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതും ബോബി ചെമ്മണ്ണൂരിന് ഒരു പരിധിവരെ ആശ്വാസകരമാകും. ഇന്നലെ ഉണ്ടായ നാടകീയ സംഭവങ്ങൾ അത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നടപടിയോടുകൂടി അവസാനിക്കുകയാണ് എന്നതാണ് ടോം അവിടെ നിന്ന് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇത്തരം ബോബി ചെമ്മണ്ണൂരിന്റെ പ്രസ്താവനകൾക്ക് അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് കനത്ത വില നൽകേണ്ടി വന്നിരിക്കുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ നിരുപാധികമായി ഇത്തരം നാടകീയതയ്ക്ക് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഹൈക്കോടതിയോട് അതിന്റെ 2 ഘട്ടങ്ങളിലായി കേസ് പരിഗണിക്കുമ്പോൾ നിശിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇപ്പോൾ 3ാം വട്ടം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ബോബി ചെമ്മണ്ണൂർ ബോധിപ്പിക്കുന്നത് നിരുപാധിക മാപ്പപേക്ഷയാണ്. മാത്രവുമല്ല ഈ രീതിയിൽ വാ തുറക്കരുതെന്ന് തങ്ങൾ കർശനമായി പറഞ്ഞിട്ടുണ്ട് എന്നതടക്കം ഹൈക്കോടതിയിൽ അഭിഭാഷകൻ ബോധിപ്പിക്കുകയുണ്ടായി. ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വെല്ലുവിളി തന്നെയായിരുന്നുവെന്നാണ് കോടതിയുടെ ഗുരുതരമായ നിരീക്ഷണം. എന്തായാലും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞിരിക്കുന്നു, നിരുപാധികമായി ഹൈക്കോടതിയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ടോം. യെസ്, തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ മാപ്പ് കോടതിക്ക് മുൻപാകെ മാപ്പ് ചോദിച്ചിരിക്കുന്നു. അതേ തുടർന്ന് കോടതി മാപ്പ് അനുവദിച്ചിരിക്കുന്നു. ഡാനി, ഇത് 2ാമത്തെ തവണയാണ്. നേരത്തെ ഈ അശ്ലീല പരാമർശം, നടി ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി അന്ന് താക്കീത് നൽകിയതാണ്. ഇതുപോലുള്ള അശ്ലീല പരാമർശങ്ങൾ ഇനി അനുവദിക്കാൻ പാടില്ല, ഇനി ആവർത്തിക്കരുതെന്ന് പറയുന്നു. ഇപ്പോൾ പിന്നീട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതിയിൽ തങ്ങുന്നു. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. തുടർച്ചയായി 2 തവണ കോടതിയുടെ താക്കീതുണ്ടാകുന്നു. നിലവിൽ ഈ മാപ്പ് അനുവദിച്ചുകൊണ്ട് കോടതി എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? ഈ രീതിയിലുള്ള ഏതെങ്കിലും താക്കീത്, കടുത്ത പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ടോം, ഈ 2 ഘട്ടങ്ങളിലും കോടതി നടത്തിയത് കടുത്ത പരാമർശങ്ങൾ തന്നെയാണ്. രാവിലെ 2 വട്ടം കേസ് പരിഗണിക്കുമ്പോഴും കോടതി നിശിതമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത്. അതിൽ കൂടുതൽ ഇനി വിമർശിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോടതിയെ തന്നെ, നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്നത് അടക്കം. എന്തായാലും ഒരു സ്വന്തം കാര്യം നോക്കൂ എന്ന രീതിയിൽ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഈ നീതിന്യായ വ്യവസ്ഥയെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ഇടപെടലൊന്നും വേണ്ട എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.
ജയിലിനകത്തെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങൾ നോക്കാൻ ജുഡീഷ്യറിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിൽ ബോബി ചെമ്മണ്ണൂർ എന്നൊരാൾ ഇടപെടേണ്ടതില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുമാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു എന്നത്, സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നേരത്തെ അത്തരം കഠിനമായ യാതൊരു വ്യവസ്ഥകളും അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്തരം ഉപാധികൾ കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഈ ആദ്യഘട്ടത്തിൽ തന്നെ കേസ് പരിഗണിച്ചപ്പോൾ വന്നിരിക്കുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ കാര്യത്തിലേക്ക് കടന്നുപോയത്. ഏതായാലും നിരുപാധികമായ മാപ്പപേക്ഷ എഴുതി നൽകിയിരിക്കുന്നു എന്നതാണ്. സംഭവിച്ച കാര്യങ്ങളിൽ ദുഃഖമുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ നിരുപാധികമായി മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടുമ്പോഴെല്ലാം തന്നെയും വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്ന പോലെ തന്നെയായിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നമുക്കൊപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് കൂടി ചേരുന്നത്. ഏതായാലും കോടതിയോട് നിരുപാധിക മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു നാടകീയ സംഭവങ്ങൾക്ക് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന വിശദാംശങ്ങൾ? ഞാൻ ഇന്ന് 3 ഘട്ടങ്ങളിലായിട്ടാണ് കേസിൻ്റെ നടപടിക്രമങ്ങൾ നടന്നത്. രാവിലെ 10:15 കോടതി കയറുമ്പോൾ ഇന്നലെ ഉത്തരവിട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പ്രതിഭാഗം അഭിഭാഷകരോട് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ നൽകിയ ജാമ്യ ഉത്തരവ് എന്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ല, ഇന്നലെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് ചോദിച്ചത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിമർശനങ്ങൾ ഉയർന്നു. ജയിലിലുള്ള തടവുകാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്, അത് ജുഡീഷ്യറി നോക്കിക്കോളാം, ജുഡീഷ്യറി പണി ബിസിനസ്സുകാരൻ ചെയ്യേണ്ട എന്നുള്ള കടുത്ത ഭാഷയുള്ള വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉണ്ടായത്. അതിനുശേഷം 12 മണിക്ക് ഈ വിവരം അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ഒന്ന്, എന്തുകൊണ്ട് ഇന്നലെ ബെയിൽ എക്സിക്യൂട്ട് ചെയ്തില്ല? മറ്റൊന്ന്, ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത്? ഈ 2 കാര്യം മാത്രം അറിയിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇത് രാമപിള്ള പോലുള്ള മുതിർന്ന അഭിഭാഷകനോട് പോലും കാണിക്കുന്ന അവഹേളനമാണ് എന്ന വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തുണ്ടായി. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1:45 കോടതി വീണ്ടും കയറുമ്പോൾ ഇക്കാര്യത്തിൽ വിവരം അറിയിക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതിയോട് കളിക്കേണ്ട എന്നും നാടകം കളിച്ച് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കേണ്ട എന്നും ഉള്ള ശക്തമായ താക്കീതുണ്ടായി. 1:45 ഈ കേസ് പരിഗണിച്ചപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ ജിയോ പോളാണ് കോടതിയിൽ ഹാജരായി നിരുപാധികം മാപ്പ് പറയുന്നതായി ജിയോ പോൾ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് പറയുന്നു. സ്ലിപ്പ് ഓഫ് ടങ്കാണ് സംഭവിച്ചത് എന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാപ്പ് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യാവസ്ഥ അനുവദിക്കുകയാണ് ചെയ്തത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടായില്ല. അപ്പോൾ ഒന്നുകൂടി നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുപ്പിക്കുകയായിരുന്നു. കോടതി വളരെ ശക്തമായ ഭാഷയിലാണ് ജുഡീഷ്യറിക്ക് കളിയാക്കുന്ന തരത്തിൽ ജുഡീഷ്യറിയോട് പരിഹാസരൂപേണ പൗരന്മാർ പെരുമാറുന്നതിനെതിരായിട്ടുള്ള ഒരു നടപടിയാണ് പ്രധാനമായിട്ടുണ്ടായത്. ഈ കേസിൽ പ്രധാനമായും സംഭവിച്ച 2 കാര്യം എന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണ്ട ജാഗ്രത സംബന്ധിച്ച് സമൂഹത്തിന് ശക്തമായ ഒരു മെസ്സേജ് നൽകുക, ഒപ്പം തന്നെ ഭരണഘടനയുടെ 3ാം തൂണായിട്ടുള്ള ജുഡീഷ്യറിയോട് ഉള്ള ബഹുമാനം, ജുഡീഷ്യറിയോട് കാണിക്കേണ്ട ബഹുമാനം സംബന്ധിച്ചും ഉള്ള വളരെ വ്യക്തമായ 2 സന്ദേശമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കടുത്ത നടപടിയിലൂടെ നടത്തിയത്. ഏതായാലും നിരുപാധികം ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ആ മാപ്പ് അംഗീകരിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ 2-3 ഉപാധികളുണ്ടായിരുന്നു. അത് പ്രധാനമായും 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, ഒപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും ഹാജരാകണം, അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നീ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന വ്യവസ്ഥ ഇദ്ദേഹം വിദേശത്തടക്കം നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യവസ്ഥ ഒഴിവാക്കിയത്. ഏതായാലും ഇന്ന് രാവിലെ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് പറഞ്ഞു ആ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഇദ്ദേഹത്തിന് നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ടല്ലോ എന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഏറ്റവും അവസാനം ഈ കേസ് അവസാനിപ്പിക്കുമ്പോൾ ഇനി ഇത്തരത്തിൽ വാ തുറക്കരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ജിയോ പോൾ പറഞ്ഞു. അത് കേട്ടതോടുകൂടി ജഡ്ജി ഉൾപ്പെടെ കൂട്ടച്ചിരിയായിരുന്നു കോടതിയിൽ സംഭവിച്ചത്. ഇതിനൊന്നുകൂടി ഒരു അസാധാരണമായ ഒരു നടപടിക്രമം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ദിവസം ജാമ്യം കൊടുക്കുന്നു, പിറ്റേ ദിവസം ആ കേസിൻ്റെ സ്വമേധയാ പരിഗണനയിലേക്ക് പോകുന്ന ഒരു അവസരമാണ് ഉണ്ടായത്. അസാധാരണമായൊരു നടപടിക്രമമാണ്. കാരണം ജാമ്യം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച് അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകുന്ന ഘട്ടത്തിൽ അത് ഒരു വെള്ളിയാഴ്ചയാണ്. പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, സൺഡേ ആയിരുന്നു, പിന്നെ തിങ്കളാഴ്ച. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അടുത്ത മേൽക്കോടതി എന്ന തരത്തിൽ സെഷൻസ് കോടതിയെ സമീപിക്കാമായിരുന്നു. പക്ഷേ ആ 2 അവധി ദിവസം കൂടി ഉള്ളതുകൊണ്ട്
പിന്നെ തിങ്കളാഴ്ച സെഷൻസ് കോടതിയും തള്ളിയാൽ ചൊവ്വാഴ്ച മാത്രമാണ് ഇവിടെ വരാൻ കഴിയുന്ന ഹൈക്കോടതി വരാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അതുകൊണ്ട് ഒരു ജമ്പ് നടത്തി സെഷൻസ് കോടതി പോകാതെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉണ്ടായത്. പക്ഷേ ഹൈക്കോടതിയിൽ വന്നപ്പോൾ സാധാരണ പൗരന്മാർക്കുള്ള ലോയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണെന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വാഭാവികമായി 4 ദിവസത്തിന് ശേഷം പോലീസിൻ്റെ വിശദീകരണം കേട്ട ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിക്കുമ്പോൾ അതായത് ഇന്ന് ടുഡേ മൂവ് ചെയ്താണ് രാമപിള്ള സാറ് കേസ് കൈകാര്യം ചെയ്യിച്ചത്. അന്ന് തന്നെ ഇന്ന് ജഡ്ജി ആവർത്തിച്ച് പറഞ്ഞു, ഒരു പ്രതിക്ക് അനുകൂലമായി കോടതി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ ഓർഡർ ഇറക്കുകയും 3:30 തന്നെ 3:30-4 മണിയോടുകൂടി ഓർഡർ ഇറക്കുകയും ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് 7 മണി വരെ കോടതിയിൽ ജയിലിൽ ജീവനക്കാർ കാത്തിരുന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന ചോദ്യം ശക്തമായി ഉയർത്തിയത്. ആ അസാധാരണമായ നടപടിക്രമം, അതായത് ജാമ്യം ആവശ്യപ്പെടുന്നു, അത് പെട്ടെന്ന് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അതിനുശേഷം അത് കോടതി അതിൻ്റെ അതിവേഗത്തിൽ ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, അതിനുശേഷം ആ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് കോടതിയോട് കാണിക്കുന്ന ഒരു അവഹേളനമാണ്. ആ തരത്തിലാണ് അതിനെ കണ്ടത്. ഒപ്പം സീനിയർ അഭിഭാഷകനോടും ഈ പ്രതി കാണിച്ച അവഹേളനവും അവമാനവുമാണ് എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകുന്നത്, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, നടപടികൾ വേഗത്തിലാക്കുമെന്ന്? ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയോട് അങ്ങനെ കളിക്കേണ്ട, ജുഡീഷ്യറിയോട് കളിക്കാൻ ബിസിനസ് നോക്കിക്കോട്ടെ, ബിസിനസ്സുകാരൻ ബിസിനസ് നോക്കിയാൽ മതി, തടവുകാരുടെ പ്രശ്നങ്ങളെല്ലാം നോക്കാൻ ഇവിടെ ജുഡീഷ്യറി ഉണ്ട്, ഇത് ഹൈക്കോടതിയാണ് എന്നടക്കമുള്ള മുന്നറിയിപ്പ് നൽകുകയും ഒപ്പം വേണ്ടി വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് 2 മാസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടപടികൾ ആവർത്തിക്കാൻ ആവശ്യപ്പെടുമെന്നും കോടതി പറഞ്ഞു. ഏതായാലും അത്തരം കടുത്ത നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത്, ഒപ്പം തന്നെ ജാമ്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ വിശദമായ ഇതുമായി ബന്ധപ്പെട്ട വിധി വരേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നിയന്ത്രണമുള്ള ബോബി ചെമ്മണ്ണൂരിനെ ആയിരിക്കും ഇനി കാണാൻ? അല്ല, ഇനി മുതൽ ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ വാ തുറക്കരുത് എന്ന് ശക്തമായ താക്കീത് മുന്നറിയിപ്പ് നൽകിയതായി ജിയോപോൾ കോടതി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ് നിയമകാര്യ ലേഖകൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. കോടതിയിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നിലപാടെടുത്തതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കൃത്യമായ വിമർശനങ്ങൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കോടതി അതിൻ്റെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് തന്നെയാണ് നിന്നത്. നിരുപാധിക മാപ്പ് പറയുന്നതായിട്ട് കോടതിയെ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ, തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നതായി കോടതി അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിരുന്ന കോടതി നടപടികൾ എളുപ്പത്തിൽ തീരുമായിരുന്ന ഒരു പ്രക്രിയയാണ് ഇത്രമേൽ സങ്കീർണമാക്കിക്കൊണ്ട് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ന്യൂസ് 8ന്റെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് താൽക്കാലികമായി ആശ്വസിക്കാം, കാരണം കോടതി മാപ്പ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇനിയുള്ള ഓരോ പരാമർശങ്ങളും അതീവ ശ്രദ്ധയോടെ വേണം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. അവിടെ എന്തൊക്കെ പരാമർശങ്ങൾ നടത്തും, ഈ ചെയ്തു പോയ അല്ലെങ്കിൽ ഈ നാവുപിഴയ്ക്കൊക്കെ മാപ്പ് പറയുമോ, പ്രത്യേകിച്ചും ഹണി റോസിന് എതിരായിട്ടുള്ള പരാമർശം, അതിൽ ഒരു കാരണവശാൽ ഒരിക്കൽ പോലും ബോബി ചെമ്മണ്ണൂർ ഖേദം പ്രകടിപ്പിച്ചിരുന്നില്ല, തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിരുന്നില്ല എന്ന വാദമായിരുന്നു ഉയർത്തിയത്. 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ഹണി റോസിനെതിരായിട്ടുള്ള വിവാദ പരാമർശങ്ങളിൽ, അശ്ലീല പരാമർശങ്ങളിലൊക്കെ ഖേദം പ്രകടിപ്പിക്കുമോ, കോടതിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ജയിലിനുള്ളിൽ നടത്തിയ നാടകീയമായ സംഭവവികാസങ്ങളിൽ ബോബിയുടെ ആ ഷോ ഓഫിലൊക്കെ ഇനി ഖേദം പ്രകടിപ്പിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ പൊളിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ആ വാർത്തയിലേക്ക് തിരികെ വരാം ഇടവേള കഴിഞ്ഞ്. ഇപ്പോൾ ബോബി സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ പൊളിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനിടെ കല്ലറ പൊളിക്കുന്നതിനെതിരെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി വിധി വന്നതിന് ശേഷം തുടർ നടപടി മതിയെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. ഗോവൻ സ്വാമിയുടെ കല്ലറയിൽ ഇപ്പോഴും പോലീസ് സുരക്ഷ തുടരുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇപ്പോഴും ഈ കല്ലറ പൊളിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. അതിനിടെ കോടതി കുടുംബം, ഗോവൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതിന് ആ കോടതിയിൽ നിന്നും ഈ കേസിൽ തീർപ്പ് ഉണ്ടായ ശേഷം മാത്രമേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുകയുള്ളൂ.
ടോം, നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ കുടുംബം ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ തുടർ നടപടികളുമായി മുമ്പോട്ട് പോവുകയെന്നൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ജില്ലാ ഭരണകൂടം എത്തിയേക്കും. പക്ഷേ അവിടുത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിഷേധങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാതെ കുടുംബത്തെ കാര്യങ്ങൾ ഇതിനോടകം തന്നെ സബ് കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ജില്ലാ കളക്ടറും നെയ്യാറ്റിൻകര DYSPയുമായി ഈ കാര്യങ്ങളിൽ ഒരു ആശയവിനിമയം നടക്കും. അതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ അനുമതിയോടെ ഈ സ്ഥലം പൊളിച്ച് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം, ഗോവിന്ദസ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്ന തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ എപ്പോൾ വേണം ഈ തുടർ നടപടികൾ ആരംഭിക്കാൻ എന്ന കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകാനുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ കോടതിയെ സമീപിക്കാൻ കുടുംബം ഇനിയും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ, ഇതുവരെ കോടതിയിൽ പോകാത്ത സാഹചര്യത്തിൽ ഇനി വൈകിപ്പിക്കാതെ തന്നെ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ അത് എപ്പോൾ വേണമെന്ന കാര്യത്തിൽ ഇന്നൊരു ധാരണ ഉണ്ടായേക്കും. എന്തായാലും സ്ഥലത്തിപ്പോഴും വലിയ പോലീസ് സുരക്ഷ തുടരുകയാണ്. ഡാൻ, അങ്ങനെ ഈ കുടുംബം എന്തായാലും കോടതിയെ സമീപിക്കാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ആദ്യ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു പ്രതിഷേധം അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒറ്റപ്പെട്ട പ്രതിഷേധമാണ് കണ്ടതെങ്കിൽ പിന്നീട് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നു. അങ്ങനെ ഒരു വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, അതോ അതിനെ ഈ പ്രതിഷേധങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നടപടിയിലേക്ക് കടക്കുമോ? അങ്ങനെ പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കാതിരുന്നതിൻ്റെ കാര്യം ഈ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യത വീണ്ടും മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളെയും മറ്റ് സംഘടനകളുടെ പ്രതിനിധികളെയും എന്താണ് ഇതിലെ നിജസ്ഥിതി എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുമായി ചർച്ച നടത്തിയത്. ഇത് പൊളിച്ച് പരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന കാര്യം പോലീസ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 2 പരാതികൾ ലഭിച്ചിരുന്നു. മാത്രവുമല്ല, ഈ മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഈ സമാധി ഇരുത്തിയെന്ന് പറയുന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. അതിലെ ദുരൂഹത നീക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അനിവാര്യമാണ്. അതിന് കുടുംബം സഹകരിച്ചില്ല എങ്കിലും അവർക്ക് നടപടികളുമായി മുമ്പോട്ട് പോയേ പറ്റുകയുള്ളൂ. അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നയിക്കാതെ കാര്യങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് സബ് കളക്ടറും DYSPയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം കുടുംബം ഇതിനോടിപ്പോൾ സഹകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ എപ്പോൾ ഈ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിവാദ കല്ലറ പൊളിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. ഇന്നൊരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉണ്ടായേക്കും. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി അനുശാന്തിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യത്തിനുള്ള ഉപാധികൾ വിചാരണ കോടതി തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്നും അതിനാൽ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു അനുശാന്തിയുടെ ആവശ്യം. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, തലസ്ഥാന ജില്ലയെ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നടുക്കിയൊരു സംഭവമായിരുന്നു ഈ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതി 2ാം പ്രതി അനുശാന്തിക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. എന്താണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ, ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ? ടോം, ജാമ്യ വ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത്. അനുശാന്തിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജാമ്യം നൽകുന്നത്. സുപ്രീം കോടതി അനുശാന്തിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു കണ്ണിന് കാഴ്ചയില്ല എന്ന കാര്യം പ്രതിഭാഗം അവിടെ വ്യക്തമാക്കുകയായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ജാമ്യത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ കേസ് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. 57-കാരിയും ചെറുമകളും കൊല്ലപ്പെട്ട സംഭവം. അനുശാന്തിയുടെ ഭർത്താവിൻ്റെ മാതാവും മകളുമാണ് കൊല്ലപ്പെട്ടത്. നിനോ മാത്യു ആണ് ഈ കേസിലെ 1ാം പ്രതി. നിനോ മാത്യുവിനെ നേരത്തെ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇപ്പോഴും ഇത് വധശിക്ഷ കാത്ത് നിനോ മാത്യു തുടരുകയാണ്. ഈ കേസിന് ആസ്പദമായ സംഭവം 2014 ഏപ്രിൽ 16-നാണ്
നടക്കുന്നത്. രണ്ടുപേരും ടെക്നോ പാർക്കിലെ പ്രതികൾ ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. നിനോ മാത്യുവും അനുശാന്തിയും ഇരുവരും അടുപ്പത്തിലാകുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. KSEB ജീവനക്കാരനായ ലിജീഷാണ് അനുശാന്തിയുടെ ഭർത്താവ്. ഇവർ ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നിനോ മാത്യു കഴക്കൂട്ടത്തേക്ക് എത്തുകയും അവിടെ കാർ നിർത്തിയിട്ട ശേഷം ബസ്സിലാണ് പിന്നെ ആറ്റിങ്ങിലേക്ക് പോകുന്നത്. അനുശാന്തിയും ലിജീഷും ഒക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് അവിടെ ചെല്ലുകയും KSEBയിലെ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ലിജീഷിൻ്റെ മാതാവ് ഓമനയും അനുശാന്തിയും കുഞ്ഞുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്ത് KSEBയിലെ ജീവനക്കാരനാണ് ലിജീഷിനെ കാണുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയതെന്ന് അറിയിക്കുന്നു. തുടർന്ന് ഈ ഓമന ലിജീഷിനെ വിളിച്ചു വരുത്തുകയാണ്. മറ്റൊരു സ്ഥലത്ത് ഇവരുടെ വീട് പണി നടക്കുന്നുണ്ട്. പിതാവ് തങ്കപ്പ ചെട്ടിയാർക്കൊപ്പം ലിജീഷ് ആ പണി നടക്കുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ലിജീഷിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവർ തിരിഞ്ഞു നടക്കുന്ന സമയത്ത്, വീടിനുള്ളിൽ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് കയ്യിൽ കരുതിയിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ആദ്യം ഓമനയെ തല്ലി വീഴ്ത്തുന്നത്. തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. പിന്നീട് തുടരെ വെട്ടുകയും ചെയ്തു. 4 വയസ്സുള്ള കുഞ്ഞിനെയും, സ്വാസ്തിക എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്, ആ കുഞ്ഞിനെയും അനുശാന്തിയുടെ മകളാണ്, ആ കുഞ്ഞിനെയും വെട്ടിക്കൊലപ്പെടുത്തി കഴുത്ത് അറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു. പിന്നീട് പോലീസ് മൃതദേഹം കണ്ടെത്തുമ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം നിനോ മാത്യു അവിടെ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ വീടിന് ഉള്ളിൽ തന്നെ വാതിലിന് പിറകിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ലിജീഷ് അവിടേക്ക് എത്തിയപ്പോൾ ഈ വാതിലിന് പിറകിൽ നിന്ന് ചാടി വീഴുകയും മുഖത്തേക്ക് മുളക് പൊടി എറിയുകയും ചെയ്തു. ലിജീഷിനെയും തുടരെ വെട്ടി. ഈ വെട്ടേറ്റുകൊണ്ട് തന്നെ നിലവിളിയോടെ ലിജീഷ് വീടിന് പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. പിന്നീട് പോലീസ് അന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ 2 പ്രതികളെയും പിടികൂടി. നിനോ മാത്യു തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്തുള്ള വീട്ടിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി വസ്ത്രങ്ങളൊക്കെ മാറി അവിടെ നിന്ന് യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ സമയത്ത് പോലീസ് 1-ാം പ്രതിയെ പിടികൂടുന്നു. അനുശാന്തിയും പോലീസിൻ്റെ പിടിയിലായി. ഈ കോടതി, വിചാരണ കോടതി, സെഷൻസ് കോടതിയാണ് ഈ ഇരട്ട ജീവപര്യന്തം വിധിക്കുമ്പോൾ തന്നെ പ്രസ്താവിച്ച ഒരു കാര്യം. മാതൃത്വം എന്ന വാക്കിന് പോലും അപമാനമാണ് അനുശാന്തി. ഒരു സ്വന്തം കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഈ കേസിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെടാത്തത് കൊണ്ട് അവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കുകയായിരുന്നു. 1-ാം പ്രതിക്ക് ആകട്ടെ തൂക്കുകയർ വിധിക്കുകയും ചെയ്തു. അനുശാന്തിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില, അത് അനുശാന്തിയുടെ ഭാഗത്തുള്ള വിനോദ്, ഈ കേസിൽ തൻ്റെ ശിക്ഷാ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അനുശാന്തിയുടെ ഹർജി കൂടി കോടതിയുടെ പരിഗണനയിലുണ്ടല്ലോ. അതുവരെയും ജാമ്യം തുടരാം എന്നാണോ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്? ആ ഹർജിയിൽ, അതായത് അനുശാന്തിയുടെ ഹർജിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതുവരെയും ഈ ജാമ്യം തുടരുമോ? ഇതിൽ ശിക്ഷാവിധി തന്നെ റദ്ദാക്കണമെന്നാണ് ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. ആരോഗ്യസ്ഥിതിയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ പോലീസ് മർദ്ദനത്തിലാണ് ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതെന്ന കാര്യമാണ് അനുശാന്തിയുടെ അഭിഭാഷകർ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. അത്തരത്തിലുള്ളൊരു മർദ്ദനം ഉണ്ടായിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട യാതൊരുതര തെളിവുകളുമില്ല, അതുകൊണ്ട് തന്നെ ആ വാദം ശരിയല്ല എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യം കോടതി നിരസിക്കുകയായിരുന്നു. ജാമ്യം നൽകിയിട്ടുണ്ട്, ജാമ്യത്തിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വ്യവസ്ഥ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടില്ല. വിചാരണ കോടതിക്ക് എന്തൊക്കെ ഉപാധികളാണ് വെക്കാനുള്ളത് അത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന നിർദ്ദേശം കൂടി ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ജാമ്യം നൽകണമെന്ന ഉത്തരവിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. ടോം. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. നിറം പോരെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ അവഹേളനം, അതിൽ മനംനൊന്ത് യുവതിയുടെ ആത്മഹത്യ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. വിവാഹബന്ധം ഒഴിയുമെന്ന് പറഞ്ഞ് ഭർത്താവ് വാഹിദ് നിരന്തരം സമ്മർദ്ദത്തിലാക്കിയതാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം പറയുന്നു. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും വാഹിദ് തുടർച്ചയായി പറഞ്ഞതും മനോവിഷമം ഉണ്ടാക്കി. ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിൻ്റെ കൂടെ തന്നെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ വാഹിദിൻ്റെ കുടുംബവും ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നുവെന്നും ഷഹാനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. നമ്മളിവർ കുറച്ചൊരു അകൽച്ച വന്നതിന് ശേഷം 2 മാസം മുന്നേ ഇവർ അനിയൻ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം ഞാൻ ഒരു മാസം മുന്നെയാണ് ഞാൻ മോളുമായിട്ട് സംസാരിക്കുന്നത്. അവൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ ഇനിയിപ്പം ടോർച്ചർ വേണ്ടാന്ന് വിചാരിച്ചിട്ട്, വിളിച്ചു കഴിഞ്ഞാൽ ഇതാണല്ലോ പറയാനുള്ളത്, അപ്പോൾ ആ ടോർച്ചർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ നമ്പർ മാറ്റി. ഒരു ശല്യം വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അവളോട് ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചാണ്. ഞാൻ സംസാരിക്കാൻ നേരത്തെ പറഞ്ഞാണ്. വന്ന് സംസാരിച്ചപ്പോൾ ഇവളെ എന്നോട് പറയുന്ന ഈ വിഷയങ്ങളൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇവൾ എന്നോട് പറഞ്ഞ കാര്യമാണ്.
അപ്പോൾ ഇവക്കുള്ള പേടി എന്ന് വെച്ചാൽ അവസാനത്തൊക്കെ ഞാൻ പറയും നമുക്ക് വേണ്ടത് നമുക്കും നിന്നെ വേണ്ടത് അവർ പറയും നമുക്കും വേണ്ട, എന്ത് പോയി പണിയൊക്കാൻ പറയും. ഞാൻ അങ്ങനെ തന്നെ പറയും, പോയി പണിയൊക്കാൻ പറയുക അവളോട്, അവനോട് പോയി പണിയൊക്കാൻ പറയും. നമുക്ക് നല്ല പഠിച്ച് നല്ല ജോലി കിട്ടിയ നല്ല ബന്ധങ്ങൾ വേറെ കിട്ടില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചെക്കന്മാരെ കിട്ടാത്ത കാലമാണ് ഇപ്പം. അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കണം ഒക്കെ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവസാനം അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇവളിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് മുറുക്കി പിടിച്ചിട്ട് ഇവിടെ പറയാം, എന്നാലും ഞാൻ 19 വയസ്സായപ്പോഴത്തേക്കും ഡിവോഴ്സായ ഒരു പെണ്ണായി മാറില്ല എന്ന് വെച്ചിട്ടുണ്ട്. അവൾ ചോദിക്കുന്നതാണ് പിന്നെ നമ്മളോട്. അതിപ്പം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഇവരന്ന് പോയപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇവൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കോളേജിൽ പോയിട്ടില്ല, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നത്. അപ്പം മുന്നാഴ്ച ഇവൾ വിളിച്ചിട്ട് പറയുന്നത് നീ അവിടെ വീട്ടിൽ തന്നെ അടയിരുന്നതെന്ന്. ഇവളുടെ അസുഖം എന്താണ് ഇതിന് കാരണക്കാരനായ ഒരാൾ തന്നെയാണ് ഈ പറയുന്നത്, നീ വീട്ടിൽ തന്നെ അറിയുന്നത്. ഇവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കോളേജ് മാറി. കോളേജ് നേരത്തെ നീ എത്ര കോളേജിലാണ് പഠിക്കുന്നത്, നീ പട്ടണത്തിന് ബാക്കിലായതുകൊണ്ടല്ലേ കോളേജ് മാറുന്നത്. ഇപ്പം പ്രൈവറ്റ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയപ്പോഴാണ് അങ്ങോട്ട് മാറിയത്. ഇപ്പം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പഠിക്കാൻ മോശമായതുകൊണ്ടാണ് കോളേജ് മാറുന്നതെന്നാണ്. ഇപ്പോൾ ബ്ലോസമെന്ന് ഗവൺമെൻറ് കോളേജിൽ പിന്നെ അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് അങ്ങോട്ട് മാറുന്നത്. മനസ്സിലാക്കാതെ, കാരണം ഇവൾ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് ഇവനെ സ്നേഹിച്ചു. ഇവനത് നേരെ തിരിച്ചുമാണ്. ഇവനങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഒരു ഇതായി. ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു അന്ന് പോയപ്പോൾ ഇവർ പോയപ്പോൾ സമയത്ത് ഇവർ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവർ ഒഴിവാക്കുമ്പം സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് ലോകത്തിൽ ആദ്യം സംഭവമൊന്നുമല്ല, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കാരണം പറയുമല്ലോ, അതില്ല, ഇവർക്ക് പറയാനില്ല. അവരൊന്നും പറയുന്നത് ഈ ബന്ധം മുന്നോട്ട് പോകില്ല, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇവൻ്റെ വാപ്പനോട് ചോദിച്ചാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ കാരണം പറയും, ഇവർക്ക് വല്ല അഫയർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അപ്പോൾ എന്തെങ്കിലും മോശം സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊന്നും ഇവർക്ക് പറയാനില്ല. ഈ ബന്ധം മുന്നോട്ട് പോകില്ല. അത് ഭയങ്കര ഷോക്കാണ്. കാരണം അവൾ പറഞ്ഞ ഞാൻ അവളുടെ ഇത് വായിച്ച് ഞാനിപ്പോൾ അവൾ എഴുതി വെച്ചാൽ പിന്നെ എനിക്ക് അവനില്ലാതെ ഞാൻ അവനെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവനെന്നെ കഷ്ടപ്പെടുത്താൻ മാത്രമേ ചെയ്തതെന്ന് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അവളുടെ. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം തുടങ്ങി. ഷഹാനിയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കേട്ടുകേൾവിയില്ലാത്തൊരു കഥകളാണ് നമുക്ക് ഈ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. അതായത് നിറം കുറവെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് ഭാര്യയെ, അതും നവവധുവിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ ആ യുവതി ഷഹാന ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതായത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ ഷഹാനിയുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. സംഭവത്തിൽ ഈ യുവതിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ അനുമോദ്? ടോം, ഈ സ്ത്രീധന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ നവവധുക്കളുടെ ആത്മഹത്യയ്ക്കും അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ സാധാരണ വഴിയൊരുക്കുന്നതെങ്കിൽ കൊണ്ടോട്ടിയിലെ സാഹചര്യം മറ്റൊന്നായിരുന്നു. ശാരീരിക ഉപദ്രവമല്ല, പകരം മാനസികമായിട്ടുള്ള പീഡനമായിരുന്നു. ഇത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിന്ന് രാവിലെ മുതൽ കുടുംബത്തിൻ്റെ കൂടെയായിരുന്നു. അവരിൽ ഓരോരുത്തരോടും ഓഫ് ദ റെക്കോർഡും ഓൺ ദ റെക്കോർഡും ഒക്കെ സംസാരിച്ച് അവരുടെ വിഷമം മുഴുവൻ നമ്മൾ കേട്ടിരിക്കുകയായിരുന്നു. അതിൽ ചിലത് മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, മാനസികമായിട്ട് ഈ പെൺകുട്ടിയിൽ ഇയാളുടെ വാക്കുകളുണ്ടാക്കിയ ആ ഒരു മുറിവ്, അത് ആണ് ഈ കുട്ടിയുടെ സ്വയം ജീവനെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ആ കുട്ടി കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇവരുടെ നിക്കാഹ്. ഈ 10-20 ദിവസം ഇവർ ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഇയാൾ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ തുടർച്ചയായിട്ട് അവഗണിച്ചും അവഹേളിച്ചും ഒക്കെ ഇയാൾ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്നത്. നിനക്ക് നിറം കുറവാണ്, നിനക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ പല കാരണം. ഈ കുട്ടിയാണെങ്കിൽ ഇയാളെ ജീവന് തുല്യം സ്നേഹിച്ച് ഇയാൾക്കൊപ്പം ബാക്കി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് എന്ന തരത്തിൽ ജീവിതം മാറ്റിവെച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആളിൽ നിന്നും ഇത്തരത്തിലുള്ള അവഗണനകളും എല്ലാം വരുമ്പോൾ ആ കുട്ടിക്ക് അത് അതിജീവിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ പഠനത്തെ ബാധിച്ചു. സെമസ്റ്റർ എക്സാമിന് ആ കുട്ടി എഴുതാതിരുന്നപ്പോഴാണ് അധ്യാപകർ ഇക്കാര്യം അന്വേഷിക്കുന്നതും തുടർന്ന് അവർ സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ വീട്ടുകാരോട് ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന വിവരം പുറത്തറിയുന്നത്. നമ്മൾ പലരും ഈ ഡിപ്രഷൻ എന്ന വാക്ക് ശരിക്കും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും അറിയാതെ ഉപയോഗിക്കുന്നവരാണ്. ആ ഡിപ്രഷൻ എന്ന ആ സ്റ്റേജിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലായിരുന്നു ഈ കുട്ടി സ്വയം ജീവനൊടുക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഈ കല്യാണം കഴിച്ച ആൾ തയ്യാറായില്ല എന്നുള്ളതാണ്
ഏറ്റവും സങ്കടകരമായ കാര്യം. തുടർച്ചയായിട്ട് ഈ കുട്ടിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു വീട്ടുകാർ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ചികിത്സ നൽകി. പക്ഷേ അവർക്കൊക്കെ ഈ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതിൽ അപ്പുറത്തായിരുന്നു ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇയാളുടെ അവഗണനയും ഇയാളുടെ അവഹേളനവും പരിഹാസവും ഒക്കെ ഉണ്ടാക്കിയ മുറിവ്. അതുപോലെ തന്നെ ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. നിന്നെ വേണ്ട എന്ന തരത്തിലാണ് അവർ പെരുമാറിയത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ളത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് എത്ര പിന്തുണ കൊടുത്താലും മറുവശത്തു നിന്നും നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ പോലും തളർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്നാണെങ്കിലും ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ജീവൻ ത്യജിക്കൽ അത് ഒരുപാട് ആലോചന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം സാധാരണ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ല ആ കുട്ടിയുടെ ജീവനെടുത്തത്. മാനസികമായിട്ട് തൻ്റെ ജീവിത പങ്കാളി മാനസികമായിട്ട് തന്നെ നേരത്തെ ഈ യുവതിയുടെ ബന്ധുവും ഇതേ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുമോദ്, ഈ നിറത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിറം കുറവെന്ന് പറയുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ മാനസിക പീഡനം, അതിനപ്പുറം ഈ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ എന്തെങ്കിലും ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നോ? ടോം, ഈ കുട്ടി 20 ദിവസം മാത്രമാണ് ഈ ഭർത്താവിൻ്റെ കൂടെ, ആൾ വിദേശത്താണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ കുട്ടി സ്വന്തം വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ശാരീരികമായിട്ടുള്ള ഉപദ്രവമോ അതുപോലെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമോ അങ്ങനെ യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. പക്ഷേ വേണ്ട സമയത്ത് സ്വന്തം മകനെ തിരുത്തി അവനെ ഈ പറയുന്ന അവഹേളനവും പരിഹാസമൊക്കെ നിർത്തിയ പെൺകുട്ടിയെ കൂടെ കൂട്ടാൻ നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾ അവരുടെ കടമ ചെയ്തില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഉപദ്രവം എന്നത് നമ്മൾ ശാരീരികമായിട്ട് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, മാനസികമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ട് ഈ കുട്ടിയെ ഇയാൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ട ഉത്തരവാദിത്വം, അതിന് അയാളെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ രക്ഷിതാക്കൾക്കുണ്ട്. അവരതൊന്നും ചെയ്തില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മഹത്യയിലേക്ക് വഴിയൊരുക്കിയതിൽ ഈ കുട്ടിയുടെ ഭർത്താവായ വാഹിദും അവരുടെ രക്ഷിതാക്കളുമൊക്കെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അത് തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം പരാതിയായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നതും. ഇപ്പോൾ കൊണ്ടൂർ DSP നേതൃത്വത്തിൽ ആ കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ തുടക്കമാവുകയാണ്. ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും, ഏതെല്ലാം തരത്തിൽ കേസ് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കിപ്പോൾ പറയാനാകില്ല. എങ്കിൽ പോലും മറ്റൊരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരരുത്. കാരണം ശാരീരികമായിട്ടുണ്ടാകുന്നത് മാത്രമല്ല ജീവനെടുക്കുന്നത്, മാനസികമായിട്ടുള്ള വേദനകളും ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കുമെന്ന് ഈ ഒരു കൊണ്ടോട്ടിയിലെ ഈ ഒരു കുട്ടിയുടെ ആത്മഹത്യ വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരാൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യം വരാതിരിക്കാൻ പരമാവധി ഈ ഒരു അനുഭവം അത് എല്ലാവർക്കും മാതൃകാ തരത്തിലുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. എന്നാണെങ്കിലും പോലീസിൻ്റെ നടപടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഈ കേസിൽ സ്വീകരിക്കേണ്ടതാണ്. CB അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിനായി വീണ്ടും CPM-ന്റെ പണപ്പിരിവ്. 2 കോടിയോളം രൂപ സമാഹരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ആളുകളെ കൊല്ലുന്നതും നിയമസഹായത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതും CPM കുലത്തൊഴിലായി മാറ്റിയിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. ഇത് ഒരു കുലത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക, അവർക്ക് നിയമസഹായം കൊടുക്കുക, അവരെ ജയിലിൽ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈമുതൽ. അത് ഇനിയും അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. CBI ഇതിന്റെ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിച്ചാൽ ഇതിനകത്ത് 2 പേര് പ്രതിയാകും. ഒന്ന് P ജയരാജനും പിന്നൊന്ന് VPP മുസ്തഫ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കൊലവിളി പ്രസംഗം നടത്തി. ഈ കുഞ്ഞുങ്ങളുടെ ചാരം വാഴക്കിടാൻ പോലും കൊടുക്കില്ല, ആ രീതിയിൽ കരിച്ചു കളയുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പൊ അതിന്റെ CD ഒക്കെ നമ്മൾ CBIക്ക് ഹാജരാക്കിയെങ്കിലും അവര് ഈ വധത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ നടത്തിയ ഗൂഢാലോചനയെ കുറിച്ചല്ലാതെ വധശ്രമത്തിനുള്ള ഗൂഢാലോചനയെ കുറിച്ച് അവര് അന്വേഷിച്ചിട്ടില്ല. അപ്പോ 302 IPC 302 അതുപോലെ തന്നെ 120B അത് 8-2 10 പ്രതികൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു തുടരന്വേഷണം ആവശ്യമാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പോലെ ജയരാജൻ കുടുങ്ങും, VPP മുസ്തഫ കുടുങ്ങും. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണത്തിന് പോകും എന്ന് അവർ സംശയിക്കുന്നു. അങ്ങനെ അന്വേഷണം വന്നാൽ ഉന്നതന്മാർ കുടുങ്ങും.
അതുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ കോടികൾ, നേരത്തെ 2 കോടി പിരിച്ചു, ഇപ്പോഴും 2 കോടി പിരിച്ചു. കൊലപാതകം ഒരു വ്യവസായമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ലാഭകരമായ ഒരു വ്യവസായമാണ്. 2 കോടി പിരിക്കുമ്പോൾ ആ പിരിക്കുന്ന പണം യഥാർത്ഥ കൈകളിലേക്ക് പോകുന്നു. പെരിയ കേസ് നടത്തിപ്പിനായി CPM പണപ്പിരിവ് നടത്തുന്നുവെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. പെരിയ കേസ് നടത്തിപ്പിനായി CPM പണപ്പിരിവ് നടത്തുന്നുവെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് CPM. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, CPM പറയുന്നത്, CPM നേതൃത്വം അതായത് ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലാ സമ്മേളനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണപ്പിരിവ് നടത്തുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവങ്ങൾക്ക്, അതായത് ഈ കേസിന്റെ നടത്തിപ്പിന് വേണ്ടിയാണോ പണപ്പിരിവ്? എന്താണ് വിവരങ്ങൾ? ടോമെ, കഴിഞ്ഞ ദിവസമാണ് CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണനും അതുപോലെ തന്നെ ജില്ലയിലെ MLA-മാരായ CH കുഞ്ഞുമ്പും M രാജഗോപാലും ഈ പ്രതികളുടെ എല്ലാ വീടുകൾ സന്ദർശിച്ചത്. അതായത് 24 പ്രതികളുടെയും വെറുതെ വിട്ടവരുടെ ഉൾപ്പെടെയുള്ള അവരുടെ വീടുകൾ സന്ദർശിച്ച് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഓരോ അംഗങ്ങളും, അതായത് 28,000 അംഗങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ പാർട്ടിക്കുള്ളത്. ഓരോ അംഗങ്ങളും 500 രൂപ വീതം എടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്ന ഒരു ആവശ്യവും നിർദ്ദേശം കൂടെ മുന്നോട്ട് വെച്ചു. ഇത്തരത്തിൽ 2 കോടിയോളം രൂപ സമാഹരിച്ച് ഈ നിയമ നടപടികൾ, അതായത് നിയമ നടപടികൾക്കായി ചിലവഴിക്കാനാണ് CPM ഉദ്ദേശിച്ചത്. ഇത് സംഭവം വാർത്തയായതോടുകൂടിയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പണം പിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായി തങ്ങൾക്കെതിരെ, അതായത് KV കുഞ്ഞിരാമൻ മുൻ MLA ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയത് രാഷ്ട്രീയപരമായാണ്, അവർക്ക് പിന്തുണ എന്തായാലും നൽകുമെന്ന് അദ്ദേഹം ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുമ്പോഴും 2021 നവംബർ ഡിസംബർ മാസങ്ങളിൽ സമാനമായ രീതിയിൽ CPM പണം പിരിച്ചിരുന്നു. അന്ന് 2 കോടിയോളം രൂപ ഇത്തരത്തിൽ പണം പിരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ രീതിയിൽ തന്നെ ഇത്തവണയും ഇത്തരത്തിൽ പണം പിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരം നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ സമാധി വിഷയത്തിൽ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകേണ്ടതല്ലേ? ടോം, ഏറ്റവും നിർണായകമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ വീട്ടുകാരുടെ ഹർജിക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഇപ്പോഴുള്ള കോടതി തീരുമാനം. കല്ലറ തുറക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് സ്വാമിയുടെ വീട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങളാണ് ഉണ്ടായത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന കാര്യമാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അന്വേഷണം തടയാനാവില്ല എന്ന് കൂടി കോടതി വ്യക്തമാക്കി. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട് എന്ന് കൂടി ഹൈക്കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു. ദിവസങ്ങളായി നീളുന്ന അനിശ്ചിതത്വമാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിവാദം പോവുകയും മതപരമായ ധ്രുവീകരണത്തിന് വരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നീക്കമുണ്ടാവുകയും ചെയ്തു. അവിടെ മതം കലർത്തുന്ന നിലയിലേക്ക് പോയി. നാട്ടുകാരാണ് ഈ പരാതിയുമായി ആദ്യം വന്നത്. ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യം, സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. കുടുംബം നൽകിയ ഹർജിയാണ്. ആ ഹർജിയിലാണ് മറിച്ചൊരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം. വലിയ മുതലെടുപ്പുകൾക്ക് നീക്കം നടന്നു എന്ന ആരോപണം ശനിയാഴ്ച ഇക്കാര്യം ഉയർന്നു വന്നു. ഞായറാഴ്ച രാവിലെയും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് കല്ലറ തുറക്കാൻ കഴിഞ്ഞില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ്. തുടർന്ന് തിങ്കളാഴ്ച അതിന് അനുമതി നൽകുന്നു. എന്നാൽ കല്ലറ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചതോടെ എതിർപ്പ് ഉയരുകയായിരുന്നു. ഒരു വശത്ത് ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കാൻ പാടില്ല, സമാധി എന്നത് കഴിയുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് വാദങ്ങളായിരുന്നു ഒരു വശത്ത് ഉയർത്തപ്പെട്ടത്. മാത്രമല്ല മറ്റു ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇത് അപമാനിക്കുന്നതിന് വേണ്ടി, ഹൈന്ദവതയെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു എന്ന ഒരു ആരോപണം കൂടി വന്നതോടെ ഇത് വിനോദ്, ഇപ്പോൾ ഈ മരണകാരണം കണ്ടെത്തണമെന്ന്
ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കാൻ പോലീസിന് അധികാരമുണ്ട്. കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാനും കോടതി വിസമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ RDO ഈ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾക്കുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുകയല്ലേ? തീർച്ചയായും നിയമപരമായ എല്ലാ തടസ്സവും മാറിയിരിക്കുന്നു. ഏത് നിമിഷവും പോലീസിന് ഇനി കല്ലറ തുറന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസവും ഗോപൻ സ്വാമിയുടെ മക്കൾ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു. തങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചില അയൽവാസികൾ അവരാണ് ഈ പരാതി നൽകിയത്, കള്ളപ്പരാതിയാണ് എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ നാട്ടുകാരുടെ മൊഴി പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്വന്തമായി നടന്നു പോകാനുള്ള സാധ്യത അവർ തള്ളിക്കളയുകയായിരുന്നു. അദ്ദേഹം രാവിലെയും മരുന്ന് കഴിച്ചിരുന്നു. അങ്ങനെ സമാധിയിലേക്ക് പോകുന്ന ഒരാൾ എന്തിന് രാവിലെ മരുന്ന് കഴിക്കണമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അതുവരെ പോകാൻ കഴിയില്ല, അദ്ദേഹത്തിന് അത്രമാത്രം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എന്ന കാര്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത്. ഇതെല്ലാം തന്നെ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണം അത് എങ്ങനെ സംഭവിച്ചു, അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തു. മാത്രമല്ല ഇത് അനുവദിച്ചില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന ഒരു കറുത്ത പൊട്ടായി മാറും. കാരണം ഒരു മരണത്തിൽ സംശയം ഉയരുകയും അതേക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ചെയ്താൽ നിയമം നോക്കുകുത്തിയാകുന്ന നിലയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമാധി എന്ന കാര്യം പറഞ്ഞാലും അതിന് എത്രമാത്രം വിശുദ്ധി ചാർത്തിയാലും മരണമാണ്, അതിൽ സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കണം. ആ കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞത്. ഏത് നിമിഷവും ഇനി പോലീസിന് കല്ലറ തുറന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്താം. ടോം, ഒരു തിടുക്കപ്പെട്ടൊരു നടപടി ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ വിനോദ്? കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു, ക്രമസമാധാന പ്രശ്നമുണ്ട്. അത്തരമൊരു വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ അവിടെ വിന്യസിച്ച ശേഷം മാത്രമായിരിക്കില്ലേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാവുകയുള്ളൂ? ടോം, കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇനി പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പ്രതിഷേധമുണ്ടായാൽ അത് അമർച്ച ചെയ്യാനുള്ള എല്ലാ അധികാരവും പോലീസിന് ഉണ്ട്. അതിനുള്ള അനുമതിയാണ് കോടതി വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര കണ്ട് പ്രതിഷേധമുണ്ടായാലും ഈ മൃതദേഹം പുറത്തെടുക്കുക, അതിൽ പരിശോധന നടത്തുക, പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അത് ചേർത്ത് വായിക്കുമ്പോൾ ചില അസ്വാഭാവികതകൾ തോന്നുന്നുണ്ട്. അതുതന്നെയാണ് ഈ അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചതും. ഇപ്പോൾ പോലീസ് തുറക്കാൻ പോകുമ്പോൾ എതിർപ്പ് എന്തുകൊണ്ട് ഉയരുന്നു എന്ന ചോദ്യം, അവിടെ ഈ ഒരു വിശുദ്ധമാണ്, സമാധിയാണ്, സമാധി ആകുന്നത് മറ്റാരും കാണാൻ പാടില്ല, അതിനുശേഷമുള്ള പൂജകൾ മറ്റാരും കാണാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം തന്നെ ഒരു രഹസ്യ സ്വഭാവം വരുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് പരിശോധിക്കുമ്പോൾ എല്ലാ സമാധിയും അങ്ങനെ അല്ല. നേരത്തെയും സമാധികൾ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷമുള്ള പൂജാ ചടങ്ങുകളുണ്ട്. ഇതെല്ലാം തന്നെ യൂട്യൂബിൽ നോക്കിയാൽ പോലും പല ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും, സമാധിക്ക് ശേഷമുള്ള പൂജാ ചടങ്ങുകളും മറ്റുമൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർ ഇത്രമാത്രം രഹസ്യ സ്വഭാവം ഇതിൽ കൊണ്ടുവരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായി ഉയർന്നു വന്നത്. ഈ തുറന്നുള്ള പരിശോധന തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും വീട്ടുകാരാണ്. ആ ഒരു ഹർജിക്കാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ മരണം അസ്വാഭാവികമായി കാണേണ്ടി വരും എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്നുള്ള പരിശോധനകൾ പൂർത്തിയായ ശേഷം ഇത് അങ്ങനെ ഒരു സമാധിയാണ്, സ്വാഭാവികമായ മരണമാണ് എങ്കിൽ തീർച്ചയായും നിയമപരമായ നടപടികൾ അവിടെ അവസാനിക്കും. അതല്ലെങ്കിൽ കൂടുതൽ പോലീസ് അന്വേഷണം ഇതിന് പിറകിൽ ഉണ്ടാകും. ടോം, വളരെ വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് എവിടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ്, ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ല. RDOയുടെ ഉത്തരവ്, അതായത് ഈ കല്ലറ പൊളിച്ച് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള RDOയുടെ ഉത്തരവ് നിലനിൽക്കും എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നതും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.